ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നിലനിൽക്കുന്ന ഒട്ടനവധി സംശയങ്ങൾക്ക് ഉത്തരം പറയുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയങ്കരനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ ഇവിടെ 20 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ചൊരു പ്ലാൻ വരച്ചു. ഇതിൽ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും റോഡുണ്ട്. ഇതുകൊണ്ട് ദോഷമുണ്ടോ? ഈ പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? സ്ഥലത്തിന് ദോഷങ്ങൾ വല്ലതുമുണ്ടോ? സാർ ഇത് ഫൈനൽ ചെയ്തിട്ടേ ഞങ്ങൾ വീട് പണി ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവായി മറുപടി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നോർത്ത് ഭാഗത്തും ഈസ്റ്റിൽ ഭാഗത്തും ഒരു വഴി കാണുന്നുണ്ട്. കാരണം നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ട് വഴിയുള്ളത് ആ വീട്ടിൽ താമസിക്കുന്ന ഐശ്വര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം വെച്ചാൽ ഇത് വന്നു കഴിയുമ്പോൾ ഇതൊരു മുക്കവല പോലെ ആവും. കാരണം രണ്ട് സൈഡിലും റോഡ് വന്ന് ചേരുന്ന ഭാഗം. പക്ഷേ ഇവർ വീട് പണിയുമ്പം ഇതിൻ്റെ ദോഷം വരാത്ത രീതിയിൽ വേണം ഇവർ കുറ്റിയടിച്ച് ഇവർ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും വഴിയുള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ മുക്കവലയുടെ പ്രശ്നങ്ങൾ ബാധിക്കാത്ത രീതിയിൽ വേണം ഇവർ കുറ്റിയടിച്ച് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഇതിൻ്റെ പ്ലാൻ വരച്ചിരിക്കുമ്പോൾ മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ട് മധ്യഭാഗത്തായിട്ടാണ്. അത് മദ്യം വിട്ട് കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് അത് മാറ്റി സ്ഥാപിക്കണം. അതുപോലെ ഈ ഒരു പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം വളഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ രണ്ട് റോഡുകൾ തമ്മിൽ ചേരുന്ന ഭാഗമാണ്, ടി ജംഗ്ഷൻ പോലെയാണ് ഇത് ശരിക്കും. അപ്പോൾ ഈ കിഴക്ക് വടക്ക് ഭാഗം ആ വളവ് വരുന്ന ഭാഗം ഭൂമിക്ക് അടിയിൽ കൂടി ഇവർ കെട്ടിയിട്ട് അത് സ്ക്വയർ ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ ആ ഭാഗം 90 ഡിഗ്രി തന്നെ നിൽക്കണം, വളയാൻ പാടില്ല. കാരണം ചില വീടുകൾ നമ്മൾ മതിലൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കിഴക്ക് വടക്ക് ഭാഗം വളഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബ അംഗങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു ഐക്യത ഉണ്ടാവുകയില്ല. കാരണം അപ്പം പറയുന്നത് മക്കൾ കേൾക്കണമെന്നില്ല, മക്കൾ പറയുന്നത് അമ്മ കേൾക്കണമെന്നില്ല, അച്ഛനും അമ്മയും പറയുന്നത് പിള്ളേരും കേൾക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം എല്ലാവരും അവരവരുടെ സ്വയം തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും. അത് തന്നെയല്ല, അത് ഗ്രഹനാഥൻ്റെ അഭിവൃദ്ധിക്ക് അത് ദോഷം ചെയ്യും. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകും. കാരണം അങ്ങനെ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥൻ എത്ര ശ്രമിച്ചാലും അയാൾ അർഹിക്കുന്നതായിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ഈ ഒരു വീടിൻ്റെ ഈ ഒരു കിഴക്കുടക്ക് ഭാഗത്തെ ആ വസ്തുവിൻ്റെ ഭാഗം അത് സ്ക്വയർ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അത് സ്ക്വയർ ചെയ്ത് എടുത്ത ശേഷം ഇവർ വീട് പണി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഒരു 110 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ചുറ്റളവിലേക്ക് ഇത് വരികയുള്ളൂ. അതുപോലെ ഇതൊരു ചെറിയ പ്ലോട്ടാണ്. അപ്പോൾ ഈ വഴിക്കൊക്കെയുള്ള സ്ഥലം വിട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറിയ പ്ലോട്ടായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് സെൻട്രൽ ഭാഗത്തായിട്ട് ഇവർ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ടോയ്ലറ്റ് വന്ന് കയറുന്നത് നമ്മുടെ ബ്രഹ്മസ്ഥാനത്തേക്കാണ്. കാരണം അതിൻ്റെ കുറച്ച് ഭാഗം ബ്രഹ്മസ്ഥാനത്തേക്ക് കയറിയാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ബ്രഹ്മസ്ഥാനത്തായിട്ട് ടോയ്ലറ്റ് വരാൻ പാടില്ല. ബ്രഹ്മസ്ഥാനത്ത് ഭിത്തിയോ ടോയ്ലറ്റോ വാഷ് ബേസിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ നനവ് വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. അപ്പം ആ ഒരു ഭാഗം ഓപ്പണാക്കി വിടത്തക്കണം വേണം ഇവർ പ്ലാൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവർ പ്ലാൻ മാത്രം വരച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവർക്ക് ഏത് രീതിയിലുള്ള കറക്ഷൻ വേണമെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കിഴക്കോട് ദർശനമായിട്ടുള്ള വീടാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കിഴക്കോടൊക്കെ ഭാഗത്തോ തെക്കിഴക്ക് ഭാഗത്തോ കിച്ചൺ ചെയ്യാം. കാരണം ഫ്രണ്ടിൽ കിച്ചൺ വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവർക്ക് കിച്ചൺ മാറ്റി സ്ഥാപിക്കാം. അതുപോലെ ഇതിൻ്റെ സെപ്റ്റി ടാങ്കിന് ഇപ്പോൾ ഇവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. കാരണം വെച്ചാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ സെപ്റ്റി ടാങ്ക് കൊടുക്കാറില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യുമ്പം ഏറ്റവും സേഫ്, ഞാനെപ്പോഴും ഇവിടെ ഇരുന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ ചിലപ്പോൾ അവിടെ ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അപാകതകൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് ദോഷമായിട്ട് തന്നെ വരും. അപ്പം ഇവർ ചെയ്യേണ്ടത് ബാക്കിൽ ഒരു സെപ്റ്റി ടാങ്കിനുള്ള സ്പേസ് വിട്ട ശേഷം ഒരു കോമ്പൗണ്ട് കെട്ടി അതിനെ പുറത്താക്കുകയാണെങ്കിൽ ഇവർ വളരെ സേഫാണ്. കിണർ കുഴിക്കുന്ന കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് കിണർ കുഴിക്കുമ്പോൾ ഇതിൻ്റെ വീടിൻ്റെ കിഴക്കുവടക്ക് മൂലയും മതിലിൻ്റെ കിഴക്കുവടക്ക് മൂലയും തമ്മിൽ ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാതെ അതിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് കിണർ കുഴിക്കാൻ പറ്റും. കാരണം വെച്ചാൽ കിണർ കുഴിക്കുമ്പം ഈ ഒരു ഈശാന രേഖ കട്ട് ചെയ്ത് പോയാൽ ഈ കിഴക്ക് വടക്ക് ഭാഗത്ത് കിണർ കുഴിക്കുന്നതുകൊണ്ടുള്ള യാതൊരു ഗുണഫലങ്ങളും ഇവർക്ക് കിട്ടുകയില്ല. അത് ഒരു ചരട് പിടിച്ച് അറിയാവുന്നവരെ ആരെങ്കിലും കൊണ്ടുവന്ന് സ്ഥാനം കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഇവർക്ക് നല്ലത്. അതുപോലെ ഇതിൻ്റെ വടക്ക് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കവണ്ണം വേണം ഇവർ കുറ്റിയടിച്ചിട്ട് ഇതിൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മറ്റ് വിഷയങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഒരു കറക്ഷൻ ഇവർക്ക് ചെയ്ത ശേഷം വീട് പണി മുന്നോട്ട് പോകാം. നല്ലൊരു ദിവസം നോക്കി
കുറ്റിയടിച്ച് നല്ലൊരു ദിവസം നോക്കി കല്ലിട്ട ശേഷം ഇവർക്ക് മുന്നോട്ട് വീട് പണി ചെയ്തു പോകും. നമ്മൾ മുൻപുള്ള അധ്യായങ്ങളിലൊക്കെ സർവേ നമ്പറൊക്കെ വെച്ചിട്ട് പോലും നമ്മൾ വസ്തുവിന് ദോഷമുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു വസ്തു ടോക്കൺ കൊടുക്കുന്നതിന് മുൻപ് എങ്ങനെ ആ വസ്തുവിന് ആ ലാൻഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെങ്ങനെ അറിയും? ദോഷം നമുക്ക് വാസ്തു സംബന്ധമായിട്ട് വസ്തുവിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ വാസ്തുവിൻ്റെ അകത്ത് എല്ലാം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വാസ്തു വെച്ച് നമ്മളൊരു വീടിൻ്റെയോ അല്ലെങ്കിൽ പ്ലോട്ടോ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുകളോ ഭൂമി സംബന്ധമായിട്ടുള്ള ഉയർച്ച താഴ്ചകളുടെയും ദിശകളിലെയും ചരിവുകൾ മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ. കാരണം വാസ്തുവിൻ്റെ അകത്തെല്ലാം കണക്കുകളാണ്. കാരണം വെച്ചാൽ എനിക്ക് പലപ്പോഴും ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിടുന്നു എന്ന് പറഞ്ഞിട്ട് പലരും ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിടുന്ന പ്ലാനുകൾ അയച്ചിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള വീടുകൾ ഞാൻ പോയി നോക്കുന്ന സമയത്ത്, കാരണം ബ്രഹ്മസൂത്രം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന രേഖയാണ്. കാരണം ഈസ്റ്റും വെസ്റ്റും ഷാർപ്പ് 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ഇവർ ഓപ്പൺ ചെയ്ത് വിടുന്ന ആ ഒരു ഓപ്പണിങ് കറക്റ്റ് ആവത്തുള്ളൂ. ദിശയ്ക്ക് ചരിവുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം അതിൻ്റെ ഓപ്പണിങ് ചെയ്ത് വിടാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ അനുഭവത്തിലോട്ട് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. കാരണം എപ്പോഴും ദിശയ്ക്കാണ് വാസ്തുവിൽ പ്രാധാന്യം. അത് എത്ര ഡിഗ്രി ചരിവിലാണോ അതനുസരിച്ച് കറക്റ്റ് ചെയ്തെങ്കിലേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ വസ്തുവിന് ദോഷമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഈ ഭൂമി ഉണ്ടായ കാലം തൊട്ടുള്ള വസ്തുവാണത്. അതിനകത്ത് ചിലപ്പോൾ പണ്ടൊക്കെ ഒരു നമുക്കറിയാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു 50 or 100 വർഷം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇത് എത്രയോ വർഷം മുമ്പ് അതെന്തായിരുന്നു, അതുമായിട്ട് ആ ഒരു വസ്തു വാങ്ങിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ ആ വസ്തുവിൽ എന്തെങ്കിലും പൈശാചിക ഭാവങ്ങളോ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആ വസ്തുവിൻ്റെ പേരിൽ നമുക്കൊരു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ജ്യോത്സ്യന്മാർക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യണമെങ്കിൽ അവർ പരിഹാരം നിർദ്ദേശിക്കും. ആ ഒരു പരിഹാര കർമ്മങ്ങൾ ചെയ്ത ശേഷം അവർ ആ വാങ്ങിക്കുന്നതായിരിക്കും നല്ല. ചിലപ്പോൾ ചില വസ്തുവിന് ചിലപ്പോൾ ദോഷമൊന്നും കാണണമെന്നില്ല. പക്ഷേ നമ്മൾ ഇത്രയും തുക കൊടുത്ത് ഒരു വീടോ വസ്തുവോ വാങ്ങിക്കുമ്പം സ്ഥലത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അത് പ്രശ്നം വെപ്പിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിനുശേഷം ഒരു വാസ്തു ചെയ്യുന്ന ആളെ കാണിക്കുക. പിന്നെ അതേപോലെ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും വാസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ആവണമെന്നില്ല. ചിലപ്പം ജാതകത്തിൽ സമയദോഷം കാണാം, അല്ലെങ്കിൽ ജാതക സംബന്ധമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ദശാസന്ധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദശാപകാരം നടക്കുന്ന സമയമാവാം. ചിലപ്പോൾ കണ്ടശനിയാവാം, ചിലപ്പോൾ ഏട്ടശനിയാവാം. അപ്പോൾ ഏതാണോ നമ്മുടെ പ്രശ്നം എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ മാറിക്കിട്ടത്തുള്ളൂ. സമയം നല്ലതാണോ അല്ലെങ്കിൽ സമയം മോശമാണോ എന്നൊരു ജ്യോത്സ്യനെ സമീപിച്ച് കണ്ടുപിടിച്ച ശേഷം അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി പോവുകയാണെങ്കിൽ വലിയ തടസ്സങ്ങളും വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളോ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ അത് എപ്പോൾ പരിഹരിക്കുന്നോ അത് അന്നേരം തൊട്ട് അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക. ദേവാമൃതം